ഹായ് മക്കളെ, ന്യൂട്ടൺസിൻ്റെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഞാനിവിടുത്തെ മാത്സ് ടീച്ചറാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ എന്തായാലും +2 3 ചാപ്റ്റേഴ്സ് ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. നല്ല കലക്കനായിട്ട് പഠിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ്. അപ്പോൾ ഇതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. മെട്രിക്സ് ആണ് ചാപ്റ്റർ ആയിട്ട് വന്നിരുന്നത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നോർമലി നിങ്ങൾ കുറേ മെട്രിക്സുകൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നോർമലി ഇപ്പോൾ 1 2 3 ഇതൊരു മെട്രിക്സ് ആണ്. അതല്ലെങ്കിൽ 1 2 3 താഴേക്ക് എഴുതി കഴിഞ്ഞാൽ ഇതും മെട്രിക്സ് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഈ മെട്രിക്സിനൊന്നും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അതായത് സ്ക്വയർ മെട്രിക്സസ് എടുക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ, ഡിറ്റർമിനൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതായത് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഇപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞ് ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനത്തെ മെട്രിക്സിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഡിറ്റർമിനൻസ് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അതായത് ഇപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമിനന്റ് ഓഫ് എ, അതായത് എ ആണ് മെട്രിക്സ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അതല്ലെങ്കിൽ ഡിറ്റ് എ ഇങ്ങനെ എഴുതിയാലും ഡിറ്റർമിനന്റ് ഓഫ് എ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വെച്ച് കാണിച്ചാലും ഡിറ്റർമിനന്റ് തന്നെയാണ് മീനിങ് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് ഏറ്റവും ചെറിയ സ്ക്വയർ മെട്രിക്സിന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 1/1 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ A = മെട്രിക്സ് 1, ഒരൊറ്റ എലമെന്റ് മാത്രം ഉള്ള മെട്രിക്സ് ആണ്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് A = ആകെ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. സോ ഇതേ എലമെന്റ് തന്നെ എന്ത് ചെയ്യുക, എടുത്തെഴുതുക. ഇതാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ഓക്കെ, ഒരു മെട്രിക്സിന്റെ ഒരു കോർ വാല്യൂ എന്നൊക്കെ ആണെങ്കിൽ പറയാം. ഇതിൽ നിന്ന് ഒരു വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. 1/1 സിമ്പിൾ ആണ്, എലമെന്റ് തന്നെ പകർത്തി എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 2/2 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് A = 1 2 3 4 ഇതൊരു 2/2 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. ഇതിൻ്റെ കോർ വാല്യൂ എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് 1 × 4 ക്രോസ് ചെയ്യുക, -2 × 3. ഓക്കെ, കാര്യം പിടിയിട്ടുണ്ടാവും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ മാത്സിൽ കുറേ സ്ഥലത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. ഇവിടെയും അതേപോലെ തന്നെയാണ്. 1 × 4 -2 × 3. ശ്രദ്ധിക്കേണ്ട കാര്യം, സെന്ററിൽ മൈനസ് ആണ്. ഓക്കെ, അത് മാറിപ്പോരുത്, പ്ലസ് അല്ല മൈനസ് ആണ്. ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുക. 1 × 4 എന്ന് പറയുന്നത് 4 ആണ്. -2 × 3 6. 4 - 6 -2. ഇതാണ് 2/2 മെട്രിക്സ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്. 2/2 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പാണ് 3/3. കുറച്ചുകൂടി വലുതായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 1 2 3 1 -1 2 2 1 2. ഓക്കെ, നമ്മളൊരു മെട്രിക്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു പേര് കൊടുക്കുക, എ ആണെന്ന് വിചാരിക്കുക. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഫസ്റ്റ് എലമെന്റ് എടുക്കുക. 1 ആണ് ഫസ്റ്റ് എലമെന്റ്, അതൊന്ന് എഴുതി വയ്ക്കുക. 1 എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ഇരിക്കുന്ന റോ അതേപോലെ തന്നെ 1 ഇരിക്കുന്ന കോളം, ഇത് രണ്ടും മായ്ച്ചു കളയുക. ഓക്കെ, അതായത് ഇതാണ് റോ വരുന്നത്, അതേപോലെ ഇതാണ് കോളം വരുന്നത്. നിങ്ങൾക്ക് റിമൈനിങ് ആയിട്ട് ഇവിടെ 4 എലമെന്റ്സ് കാണാം. ഈ 4 പേരുടെയും ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. അതായത് -1 2 1 2. ഓക്കെ, -1 2 1 2. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് എലമെന്റ് എടുക്കണം. നമ്മളിപ്പോൾ ആദ്യത്തെ എലമെന്റ് ആണ് എടുത്തത്. ഇനി നെക്സ്റ്റ് എലമെന്റ് എടുക്കണം. അടുത്ത എലമെന്റ് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് എലമെന്റ് എടുക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ മൈനസ് ഇടണം. ഓക്കെ, അതായത് മൈനസ് ഇടാം, എന്നിട്ടാണ് അടുത്ത എലമെന്റ് എഴുതേണ്ടത്. ഓക്കെ, സോ സെക്കൻഡ് എലമെന്റ് എടുത്തു. ഇതേപോലെ തന്നെ ചെയ്യുക. അതായത് സെക്കൻഡ് എലമെന്റ് ഇരിക്കുന്ന റോ ആൻഡ് കോളം ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുക. അതായത് റോ കളഞ്ഞു, അതേപോലെ തന്നെ കോളം കളഞ്ഞു. ബാക്കി നിങ്ങൾക്ക് 4 എലമെന്റ്സ് കാണാം. 1 2 2 2. ഓക്കെ, അതൊന്ന് പകർത്തി എഴുതി വയ്ക്കുക. 1 2 2 2. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് പ്ലസ് ഇടുക. മൂന്നാമത്തെ എലമെന്റ് എടുക്കുക. ഓക്കെ, മൂന്നാമത്തെ എലമെന്റ് വരുന്നത് 3 ആണ്. 3 എടുത്തു. ഇനി സെയിം മെത്തേഡ് തന്നെ ചെയ്യുക. അതായത് 3 ഇരിക്കുന്ന റോയും കോളം ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന 4 എലമെന്റ്സ്. ഓക്കെ, റോ ഇതാണ്, അതേപോലെ തന്നെ കോളം ഇതാണ്. ബാക്കി നിങ്ങൾക്ക് 4 എലമെന്റ്സ് കാണാം. 1 -1 2 1. ഓക്കെ, 1 -1
2 1. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അതായത് ഈ ചാപ്റ്ററിൽ ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ഇക്വേഷൻസ് ഒന്നുമില്ല, ഇതിലെങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ എലമെന്റ് എടുക്കുക, റോയും കോളം കളയുക, ബാക്കിയുള്ള 4 എലമെന്റ്സ് എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് എലമെന്റും തേർഡ് എലമെന്റും ചൂസ് ചെയ്തിട്ട് ഇതേ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ എലമെന്റ് എടുക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു മൈനസ് ഇടുക. ഓക്കെ, സോ ഇതിനി ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുക. 1 ഇൻറ്റു ഇനി നോർമൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ബോക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ ലാസ്റ്റ് വണ്ണും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ചെയ്യുമ്പോൾ -1 ഇൻറ്റു 2 -2 ഇൻറ്റു 1 -2 ഇൻറ്റു 1 ഇൻറ്റു 2 -2 ഇൻറ്റു 2, അതേപോലെ ലാസ്റ്റ് വൺ പ്ലസ് 3 ഇൻറ്റു ഈ ബോക്സും ക്രോസ് ചെയ്യുക 1 ഇൻറ്റു 1 -1 ഇൻറ്റു 2 1 ഇൻറ്റു 1 -1 ഇൻറ്റു 2. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിന് ബാക്കി നോർമൽ കാൽക്കുലേഷൻസ് ആണ്. അത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതി വയ്ക്കുക കേട്ടോ. 1 ഇൻറ്റു -1 ഇൻറ്റു 2 എന്ന് പറയുന്നത് -2 -2 ഇൻറ്റു -2 ഇൻറ്റു 1 2 -2 ഇൻറ്റു 2 -4 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2. ഓക്കെ, നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി 1 ഇൻറ്റു -2 എന്ന് പറയുന്നത് -4 ആണെന്നറിയാം. -2 ഇൻറ്റു 2 -4 എന്ന് പറയുന്നത് -2 ആണ്. പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുക. 1 ഇൻറ്റു -4 ഈസ് -4 -2 ഇൻറ്റു -2 പ്ലസ് 4 പ്ലസ് 3 ഇൻറ്റു 3 9. -4 പ്ലസ് 4 ക്യാൻസൽ ആയി പോയി, ആൻസർ എന്ത് വന്നു? 9 വന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് 3/3 മെട്രിക്സിൽ ചെയ്യേണ്ട മെത്തേഡ്. ഇത് പ്രോപ്പറായിട്ട് പഠിച്ചു നോക്കുക. ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എല്ലാ തരം ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 2/2 ആണെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/3 ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് x ഫോർ വിച്ച് ഡിറ്റർമിനന്റ് ഓഫ് 2 3 4 5 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് x3 2x 5. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ കാണാനാണ് ഈ ക്വസ്റ്റ്യൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് രണ്ട് സ്ഥലത്തും LHS ആണെങ്കിലും RHS ആണെങ്കിലും മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് മെട്രിക്സ് ആണ്. ഇനി അതിന് പകരം ലൈൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമിനന്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് സ്ഥലത്തും ലൈൻസ് ആണ്, മീനിങ് ഡിറ്റർമിനന്റ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ LHSഉം RHS എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ ചെയ്യേണ്ടത് 2 ഇൻറ്റു 5 ചെയ്യുക, 3 ഇൻറ്റു 4 ചെയ്യുക. RHSൽ x ഇൻറ്റു 5 ചെയ്യുക, 3 ഇൻറ്റു 2x ചെയ്യുക. ഓക്കെ, സോ 2 ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 4 ഈക്വൽ ടു x ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 2x. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. രണ്ട് സ്ഥലത്തും ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്തു. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. മൈനസ് 3 ഇൻറ്റു 4 12 ഈക്വൽ ടു x ഇൻറ്റു 5 5x മൈനസ് 3 ഇൻറ്റു 2x എന്ന് പറയുന്നത് 6x. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 10 മൈനസ് 12 എന്ന് പറയുന്നത് -2 ഈക്വൽ ടു 5x മൈനസ് 6x എന്ന് പറയുന്നത് -x ആണ്. രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് മൈനസ് കാണാം, രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. സോ 2 ഈക്വൽ ടു x എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. സോ ദ വാല്യൂ ഓഫ് x ഈസ് 2. ഓക്കെ, ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് ആണല്ലോ? ഡൺ. ഓക്കെ, നോർമലി ഡിറ്റർമിനൻസിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇത് കഴിഞ്ഞ് പിന്നെ ഡിറ്റർമിനൻ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടി ആണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ലെറ്റ് A be a square matrix of order n, then determinant of Ka equal to K raised to n into determinant of A. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 2a കാണാനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി മാത്സിൻ്റെ കേസിൽ ഏത് നമ്പർ വന്നാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ ബ്രാക്കറ്റ് കാണുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കാറുണ്ട്. ഇൻ കേസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, അതായത് 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കാണാനായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 2 പുറത്ത് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണോ ഓർഡർ എന്ത് ചെയ്യണം? പവർ ആയിട്ട് കൊടുക്കണം. സപ്പോസ് A എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. 1 2 3 4 എന്ന് പറയുന്ന 2/2 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ 2 പുറത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യണം?
2ന് പവർ ആയിട്ട് ഇവിടുത്തെ ഓർഡർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് 2² ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഏതൊരു നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിനന്റിന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. മെട്രിക്സിന്റെ ഓർഡർ എന്താണോ ഓർഡർ എന്ത് ചെയ്യുക, പവർ ആയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, ഫൈൻഡ് ഡിറ്റർമിനന്റ് ഓഫ് 3a. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് എടുക്കാൻ പറ്റും. 3 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ മെട്രിക്സ് നോക്കാം, 2 2 4 0. ഇതാണ് മെട്രിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓർഡർ എന്താ, ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നിങ്ങൾ ഈ 3 പുറത്തേക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 3ക്ക് പവർ ആയിട്ട് ഒരു 2 ഇട്ട് കൊടുക്കണം. എങ്ങനെ കിട്ടി, ഈ 2 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ ആണ്. ഓക്കെ ആണല്ലോ, 3 പുറത്തെടുത്തു, ഓർഡർ പവർ ആയിട്ട് കൊടുത്തു. ഡിറ്റർമിനന്റ് ഓഫ് എ മാത്രം ഡിറ്റർമിനന്റിന്റെ അകത്തുണ്ടാവും. ഓക്കെ, സോ ഇതെന്ത് ചെയ്താൽ മതി, 3² എന്ന് പറയുന്നത് 9 ആണ്. 9 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ എങ്ങനെ കാണാം, നിങ്ങളുടെ കയ്യിൽ മെട്രിക്സ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഡിറ്റർമിനന്റ് കിട്ടും. അതായത് 2 ഇൻറ്റു 0 മൈനസ് 4 ഇൻറ്റു 2, അതായത് 0 മൈനസ് 8. ആൻസർ എന്ത് വരും, -8 ആണ് നിങ്ങൾക്ക് ഇവിടെ ഡിറ്റർമിനന്റ് ആയിട്ട് കിട്ടുന്നത്. സോ നേരത്തെ ഞാൻ പറഞ്ഞു 9 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. സോ 9 ഇൻറ്റു -8 ചെയ്യുക, ആൻസർ എന്ത് വന്നു, -72. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാര്യം പിടിയിട്ടുണ്ടാവും. ഈ ഒരു റൂള് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കുക. നമ്പേഴ്സ് ഡിറ്റർമിനന്റിന്റെ അകത്ത് നമ്പർ വരുന്നുണ്ടെങ്കിൽ നമ്പർ പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ മെട്രിക്സിന്റെ ഓർഡർ എന്ത് ചെയ്യണം, പവർ ആയിട്ട് കൊടുക്കണം. ഇതാണ് ഈ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ്. യെസ് മക്കളെ, ഇനി ഡിറ്റർമിനന്റിന്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ ഫിഗർ കാണാം. ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഞാനൊരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 കോർഡിനേറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് കോർഡിനേറ്റ് x1 y1, അതേപോലെ അടുത്തത് x2 y2 ആൻഡ് ലാസ്റ്റ് കോർഡിനേറ്റ് x3 y3. നിങ്ങൾക്കിവിടെ 3 വെർട്ടിസസ് കാണാം. ഈ 3 വെർട്ടിസസ് കയ്യിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ കാണാം. അതായത് ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1. അതായത് ഫസ്റ്റ് പോയിന്റ് എന്താണോ ആ പോയിന്റ് എഴുതാം, x1 y1 എഴുതാം, അതിനുശേഷം 1 ഇടാം, x2 y2 1, x3 y3 1. എളുപ്പമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ കയ്യിലുള്ള കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 2, അതേപോലെ 2 3, അതേപോലെ 4 5, ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് ഈ പോയിന്റ്സ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് ഏതാ, 1 2 ആണ്. 1 2 1 എന്ന് എഴുതാം. അടുത്ത പോയിന്റ് 2 3 1 എന്ന് എഴുതാം. ലാസ്റ്റ് 1 4 3 1. ഇതാണ് മെത്തേഡ് വരുന്നത്. സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, സെറ്റാണ്. യെസ്, ഇനി ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾ കണ്ടു. ഏരിയയുടെ ഇക്വേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ നിങ്ങളുടെ കയ്യിൽ 3 വെർട്ടിസസ് തരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യന്. സെക്കൻഡ് എന്ന് പറയുന്നത് ഏരിയ ആദ്യമേ നിങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തുണ്ടാവും, വേർട്ടിസസ് എന്തായാലും കയ്യിലുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ഒരു പോയിന്റ് കെ ആയിട്ട് തരും. കെയുടെ വാല്യൂ കാണാൻ പറയും. ഇനി അതുമല്ല 2 പോയിന്റ്സ് തന്നിട്ട് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 2 7 1 1 10 8. ഓക്കെ, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡിറ്റർമിനൻസ് വെച്ചിട്ട് ഏരിയ കാണാൻ സിമ്പിൾ ആണ്. ഏരിയയുടെ ഇക്വേഷൻ ആദ്യം എടുക്കുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് പോയിന്റ്സ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് ഏതാ, 2 7, ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക. അടുത്ത പോയിന്റ് ഏതാ, 1 1 ആൻഡ് ലാസ്റ്റ് പോയിന്റ് 10 8. ഓക്കെ, 3 പോയിന്റ്സും എഴുതി വെക്കുക. അതിനുശേഷം ഇവിടെ 1 1 1 ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പായി. അതായത് ഇതിനകത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. പുറത്ത് കിടക്കുന്ന ഹാഫ് അതേപോലെ തന്നെ എഴുതാം. ഡിറ്റർമിനന്റ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകും. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, 2 എടുത്തു. ബാക്കി വരുന്ന 4 എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 8 ചെയ്യുന്നു. ഇനി സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, മൈനസ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. മൈനസ് എടുത്തു, 7 ഇട്ടു. അതിനുശേഷം ഈ 7 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കിയുള്ള 4 എലമെന്റ്സിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 10 ചെയ്യുക. ഓക്കെ, 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 10 ചെയ്യുന്നു.
പ്ലസ് ഇനി ലാസ്റ്റ് എലമെന്റ് എടുക്കുന്നു. ലാസ്റ്റ് എലമെന്റ് 1 ആണ്. 1 എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, 1 ഇരിക്കുന്ന റോയും കോളം കളയുന്നു. ബാക്കിയുള്ള 4 എലമെന്റ്സിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 1 × 8 മൈനസ് 1 × 10 ചെയ്യുക. ഓക്കെ, 1 × 8 മൈനസ് 1 × 10 ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പുറത്ത് കിടക്കുന്ന ഹാഫ് അതേപോലെ തന്നെ ഇടുന്നു. അകത്തുള്ള എലമെന്റ്സിനെ മൊത്തം എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 2 × 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് 8 മൈനസ് 7 × ബാക്കി ചെയ്യുക. 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് 1 × 10 എന്ന് പറയുന്നത് 10. ഓക്കെ, പ്ലസ് 1 × ഇതേപോലെ തന്നെ 1 × 8 മൈനസ് 1 × 10 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, സോ അതിലുള്ള കാൽക്കുലേഷൻസ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചെയ്യുക. ഹാഫ് ഇൻറ്റു ഫസ്റ്റ് 2 × 1 മൈനസ് 8 എന്ന് പറയുന്നത് മൈനസ് 7 മൈനസ് 7 × 1 മൈനസ് 10 എന്ന് പറയുന്നത് മൈനസ് 9 പ്ലസ് 1 × 8 മൈനസ് 10 എന്ന് പറയുന്നത് മൈനസ് 2. ഓക്കെ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇനി ഇത് മൊത്തം ചെയ്യുക. 2 × മൈനസ് 7 മൈനസ് 14 നെക്സ്റ്റ് മൈനസ് 7 × മൈനസ് 9 ചെയ്യുക. ദാറ്റ് ഈസ് 7 × 9 ചെയ്യുക. ദാറ്റ് ഈസ് 63 പ്ലസ് 1 × മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 2. ഓക്കെ, ഈക്വൽ ടു ഹാഫ് ഓഫ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് മുഴുവൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. മൈനസ് 14 പ്ലസ് 63 ആദ്യം ചെയ്യാം, അതല്ലെങ്കിൽ മൈനസ് 14 മൈനസ് 2 ആദ്യം ചെയ്യാം. ഇപ്പോൾ മൈനസ് 14 മൈനസ് 2 ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടാം, മൈനസ് 16 കിട്ടും പ്ലസ് 63. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. 63 പ്ലസ് മൈനസ് 16 ചെയ്യുക. ദാറ്റ് ഈസ് 53. ഓക്കെ, 47/2. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 47/2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം എന്ത് ചെയ്യുക, സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഏരിയയുടെ യൂണിറ്റ് ഒന്ന് എഴുതി വയ്ക്കുക. ദാറ്റ്സ് ഓൾ. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് മുഴുവൻ ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. നോർമൽ ഡിറ്റർമിനൻസ് ആണ്. ഇതിലാകെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കുന്ന കാര്യം എന്താ, പോയിന്റ്സ് ഇട്ട് കൊടുക്കുന്നത് മാത്രം പഠിക്കാനുള്ളൂ. അതും എളുപ്പമാണ്. ഓക്കെ, സോ സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ടൈപ്പ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഓക്കെ, ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 4 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. ഏരിയ ഈക്വൽ ടു 4 സ്ക്വയർ യൂണിറ്റ്സ് തന്നിരിക്കുന്ന വാല്യൂ ആണ്. അതേപോലെ തന്നെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വെർട്ടിസസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. വെർട്ടിസസ് യൂസ് ചെയ്ത് ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയുന്നതാണ്. ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ നമുക്കറിയുന്നതാണ്. അതായത് ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് തന്നിരിക്കുന്ന പോയിന്റ്സ് എടുക്കുക. ഏതൊക്കെയാ, -2 0, അടുത്തത് 0 4, ലാസ്റ്റ് പോയിന്റ് 0 k. ഓക്കെ ആണല്ലോ. 3 പോയിന്റ്സും എടുത്ത് എഴുതി വെക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ 1 ഇട്ട് വെക്കാം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. സോ ഏരിയ കാണാനുള്ള ഫോർമുല ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടേണ്ടത്, ഏരിയ കിട്ടേണ്ടത് 4 ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഏരിയ ഈക്വൽ ടു 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വേർട്ടിസസ് യൂസ് ചെയ്ത് ഏരിയ കണ്ടു, ആൻസർ കിട്ടേണ്ടത് 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പുറത്ത് ഒരു /2 നിങ്ങൾക്ക് കാണാം. ഈ 2 എന്ത് ചെയ്യുക, നേരെ RHSലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഇവിടെ /2 ആണ്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, into 2 ആവും. സോ ഡിറ്റർമിനന്റ് ഓഫ് -2 0 1 0 4 1 0 k 1 ഈക്വൽ ടു 2 അങ്ങോട്ട് പോയി. ഇവിടെ 4 ഓൾറെഡി കിടപ്പുണ്ട്. ഇവിടെ /2 ആണ്. അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 4 × 2 ആവും. ദാറ്റ് ഈസ് 8 ആണ് വരാം. ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 8 ആണെന്ന് പറഞ്ഞു. ഈ 8 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് പോസിറ്റീവ് 8 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് 8 ആവാം. എന്തുകൊണ്ടാണ്, ഇവിടെ ഏരിയ 4 സ്ക്വയർ യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഏരിയ 4 ആണെങ്കിൽ ഡിറ്റർമിനന്റ് 4 ആവണമെന്നില്ല. ഡിറ്റർമിനന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഏരിയ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് ആൻസർ എഴുതി വെക്കും. ഓക്കെ, ആൻസർ ആക്ച്വലി കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് ആവണമെന്നില്ല, നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇവിടെ +or-8 ഇട്ടത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കെ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ ഒരു കാര്യം ഒരിക്കലും വിട്ടുപോകരുത്. എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ഈക്വൽ ടു +or-8 ആക്കി എഴുതി വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. സോ -2 ഇൻറ്റു, നോർമലി നമ്മൾ ഡിറ്റർമിനന്റ് ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ്. സോ -2 ഇൻറ്റു ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 1 മൈനസ് k × 1. ഓക്കെ, -0 ഇൻറ്റു 0 - 0 പ്ലസ് 1 ഇൻറ്റു 0 - 0. ഓക്കെ, ഈക്വൽ ടു +or-8.
ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. അതായത് ഒന്നുമില്ല, ഇവിടെ കാണുന്ന ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, റോയും കോളവും ക്യാൻസൽ ചെയ്യുന്നു, 4 പേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് എലമെന്റ് എടുക്കുന്നു, റോയും കോളവും ക്യാൻസൽ ചെയ്യുന്നു, 4 പേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലാസ്റ്റ് എലമെന്റ് എടുക്കുന്നു, റോയും കോളവും ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി വരുന്ന 4 എലമെന്റ്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്ന കാര്യം. ഇനി RHSൽ ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ എന്തായിരുന്നു, +or-8 ആണ്. സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെയും റിപ്പീറ്റഡ് ആണ്, +or-8. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ടേംസ് മുഴുവൻ 0 ആണ്, മൊത്തം ക്യാൻസൽ ആയി പോയി. ബാക്കി വരുന്ന ടേംസ് മാത്രം ചെയ്യുക. -2 × 4 ചെയ്യുക, ദാറ്റ് ഈസ് -8. -2 × -k ചെയ്യുക, ദാറ്റ് ഈസ് +2k. ഈക്വൽ ടു RHSൽ +or-8 ഉണ്ട്. ഓക്കെ, രണ്ട് കേസും സെപ്പറേറ്റ്ലി ചെയ്യണം. നമുക്കിവിടെ കേസ് 1 ആൻഡ് കേസ് 2 സെപ്പറേറ്റ്ലി ചെയ്യാം. കേസ് 1 എന്ന് പറയുന്നത് ഇവിടെ +or- ആണ്. +8 എന്ന് പറയുന്നത് കേസ് 1 ആയിട്ട് എടുക്കുക, -8 എന്ന് പറയുന്നത് കേസ് 2 ആയിട്ട് എടുക്കുക. അതായത് -8 + 2k = 8. ഇനി നെക്സ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ -8 + 2k = -8. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം -8 അങ്ങോട്ട് കൊണ്ടുപോവാം. സോ ഇവിടെ 2k മാത്രം റിമൈനിങ് ആയിട്ട് വരും. -8 അങ്ങോട്ട് പോയി, എന്തായി, 8 + 8 ആയി. ഓക്കെ ആണല്ലോ, -8 അങ്ങോട്ട് പോയി, +8 ആയി. സോ 2k = 8 + 8 എന്ന് പറയുന്നത് 16 ആൻഡ് k = 16/2, ദാറ്റ് ഈസ് 8. ഒരു ആൻസർ കിട്ടി, k = 8 ആണെന്ന് കിട്ടി. ഇതേപോലെ തന്നെ കേസ് 2 ഒന്ന് ചെയ്ത് നോക്കാം. -8 അങ്ങോട്ട് കൊണ്ടുപോവാം. 2k = ഇവിടെ ഓൾറെഡി -8 ഉണ്ട്. LHSലുള്ള -8 അങ്ങോട്ട് പോകുമ്പോൾ +8 ആയി. -8 + 8 എന്ന് പറയുന്നത് 0 ആണ്. സോ 2k = 0 എന്ന് കിട്ടി. k = 0/2. ആൻസർ എന്താ, 0 വന്നു. ഓക്കെ, സോ k എന്ന് പറയുന്ന ഈ ഒരു ടേമിന് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, 8 അല്ലെങ്കിൽ 0. സോ വാല്യൂ ഓഫ് k ഈസ് ഐദർ 8 or 0. 2 വാല്യൂസ് ഉണ്ട്, ഒന്നുകിൽ 8 ആവാം അല്ലെങ്കിൽ 0 ആവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, +or- എടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് എപ്പോഴും നിങ്ങൾ മറന്നു പോകുന്ന കാര്യം. ഓക്കെ ആണല്ലോ. സോ ഡിറ്റർമിനന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടുത്തെ വാല്യൂല് +or- ഇടണം. അത് മറക്കരുത് കേട്ടോ. k ഇടുന്ന ക്വസ്റ്റ്യൻസിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ. മൂന്നാമത്തെ ടൈപ്പാണ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 1, 2 ആൻഡ് 3, 6 യൂസിങ് ഡിറ്റർമിനൻസ്. ഓക്കെ, 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ റഫായിട്ട് ഒരു ഫിഗർ വരയ്ക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. തന്നിരിക്കുന്ന 2 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്, 1, 2. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് 3, 6. ഓക്കെ, 2 പോയിന്റ്സും പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീനിയാരിറ്റി ഓഫ് ലൈൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് കയ്യിലുള്ള ഇക്വേഷൻ എന്താ, ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 2 പോയിന്റ് മതിയോ, പോരാ, നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് കൂടെ വേണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, x, y ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ കയ്യിൽ 3 പോയിന്റ്സ് ഉണ്ട്. ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും കിട്ടാം, ആൻസർ 0 ആയിരിക്കും. കാരണം ഇവിടെ 3 പോയിന്റ്സും ഒരു ട്രയാങ്കിൾ ഫോം ആയിട്ടില്ല, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ 3 പോയിന്റ്സും, ഇപ്പോൾ സപ്പോസ് പോയിന്റ്സ് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ഫോം ആവുള്ളൂ. ഇവിടെ ഏരിയ 0 ആയിരിക്കില്ല. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്ന 3 പോയിന്റ്സും കൊളീനിയർ പോയിന്റ്സ് ആണ്, അതായത് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏരിയ എത്രയായിരിക്കും, 0 ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ x, y എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കുക. എന്നിട്ട് x, y എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതി വെക്കുക. ഓക്കെ, അതായത് let x, y be the point on the line. ഇങ്ങനെ എഴുതി വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏരിയ എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ഏരിയ = 0. ഓക്കെ, ഇനി ഏരിയ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് 1, 2, 0, സോറി 0 അല്ല 1 ആണ് കേട്ടോ. 1, 2, 1. നെക്സ്റ്റ് x, y 1 ആൻഡ് ലാസ്റ്റ് 1 3, 6, 1.
നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എടുത്തിരിക്കുന്ന 3 പോയിന്റ്സ് ഇതാണ്. ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഏരിയ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. ഇനി ചെയ്യേണ്ട കാര്യം, LHSലുള്ള ഹാഫ് ഉണ്ടല്ലോ, ഇത് അങ്ങോട്ട് കൊണ്ടുപോവാം. ഇവിടെ ഹാഫ് ഇൻറ്റു ആണ്. ഹാഫ് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0/½ എന്നാവും. ഓക്കെ, 0/½ എന്ന് പറയുമ്പോൾ എന്താ ആൻസർ വരാം? 0 തന്നെയാണ് ആൻസർ വരാം. ഓക്കെ, സോ ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, അത് മുഴുവൻ ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 1 2 1 x y 1 3 6 1 ഈക്വൽ ടു 0. ഓക്കെ, ആ ആൻസർ എഴുതി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LHSൽ ഡിറ്റർമിനൻ്റ് ആണ്, ഇതങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 1 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 എടുത്തു, റോയും കോളം കളഞ്ഞു, ബാക്കിയുള്ള 4 പേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. y ഇൻറ്റു 1 y മൈനസ് 6. ഓക്കെ, സെക്കൻഡ് എലമെന്റ് എടുക്കാം, 2 ആണ് സെക്കൻഡ് എലമെന്റ്. ഇതേപോലെ തന്നെ 2 എടുക്കുമ്പോൾ റോയും കോളം കളയുക. x ഇൻറ്റു 1 x മൈനസ് 1 ഇൻറ്റു 3 3. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി അടുത്തത് ലാസ്റ്റ് എലമെന്റ് എടുക്കാം, പ്ലസ് 1 ഇൻറ്റു ഇതേപോലെ തന്നെ ക്രോസ് ചെയ്യുക. x ഇൻറ്റു 6 മൈനസ് y ഇൻറ്റു 3, ദാറ്റ് ഈസ് 6x മൈനസ് 3y. ഓക്കെ, ഈക്വൽ ടു 0. RHS ഒന്നും ചെയ്യുന്നില്ല, RHS ഈക്വൽ ടു 0 ആണ്. സോ അടുത്ത സ്റ്റെപ്പിലും ഈക്വൽ ടു 0 ഇട്ട് വെക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 1 ഇൻറ്റു y മൈനസ് 6 എന്ന് പറയുമ്പോൾ y മൈനസ് 6 തന്നെ വരും. ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പുറത്ത് കിടക്കുന്നത് -2 ആണ്. -2 ഉള്ളിലേക്ക് കൊടുക്കുക. -2 ഇൻറ്റു x എന്ന് പറയുന്നത് -2x, -2 ഇൻറ്റു -3 എന്ന് പറയുന്നത് +6, പ്ലസ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ബിക്കോസ് പുറത്ത് കിടക്കുന്നത് 1 ആണ്. 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എന്ത് തന്നെ വരും? 6x മൈനസ് 3y തന്നെ വരും, ഈക്വൽ ടു 0. ഇനി ഇത് മുഴുവൻ x വരുന്ന ടേംസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് -2x കാണാം, പ്ലസ് 6x കാണാം. ഇത് രണ്ടും ആഡ് ചെയ്യാം. -2x പ്ലസ് 6x എന്ന് പറയുന്നത് 4x ആണ്. ഇനി y വരുന്ന ടേംസ് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു y കാണാം, ഇവിടെ -3y കാണാം. ഇത് രണ്ടും ആഡ് ചെയ്യാം. y -3y എന്ന് പറയുന്നത് -2y ആണ്. ഇനി നമ്പേഴ്സ് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു -6 കാണാം, ഇവിടെ നിങ്ങൾക്കൊരു +6 കാണാം. -6 + 6 എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകുന്ന ടേംസ് ആണ്. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. സോ അവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോയി. ഇനി ഇവിടെ ബാക്കി ഈക്വൽ ടു 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കാണ്. ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്തു വെച്ചോളൂ. അതായത് ഈ രണ്ട് ടേംസിലും 2 കോമൺ ആണ്. 2 നിങ്ങൾക്ക് പുറത്തെടുക്കാം. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4x നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x ഉണ്ട്. -2y നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി y ഉണ്ടാവും, ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് LHSലുള്ള 2 നേരെ RHSലേക്ക് കൊണ്ടുപോവാം. ഇവിടെ ഇൻറ്റു ആണ്, അങ്ങോട്ട് പോകുമ്പോൾ 0/2 ഡിവിഷൻ ആയിട്ടാണ് വരാം. ദാറ്റ് ഈസ് 2x മൈനസ് y ഈക്വൽ ടു 0/2. ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇവിടെ പുറത്ത് കിടക്കുന്ന 2 ഉണ്ട്, ഇത് നേരെ അങ്ങോട്ട് പോയി. ഇവിടെ ഇൻറ്റു ആയിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഡിവിഷനായി. ഓക്കെ, സോ ആൻസർ 2x മൈനസ് y ഈക്വൽ ടു 0. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഇതാണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ട് ഫിഗർ വരയ്ക്കാം, തന്നിരിക്കുന്ന 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് x, y ആയിട്ട് എടുക്കാം. ഈ 3 പോയിന്റ്സ് വെച്ച് നിങ്ങൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0 ഇടുക. ഓക്കെ, എന്തുകൊണ്ടാണ് 0 ആവുന്നത് ഞാൻ പറഞ്ഞു, 3 പോയിന്റ്സും കൊളീനിയർ ആയതുകൊണ്ട്. ഓക്കെ, ഈക്വൽ ടു 0 എടുക്കുക, ഡിറ്റർമിനന്റ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, സെറ്റ്. ഇതാണ് നെക്സ്റ്റ്. ഓക്കെ മക്കളെ, അടുത്ത ഡിറ്റർമിനൻസിൽ വരുന്ന ഒരു മെയിൻ ടോപ്പിക് ആണ് മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ്. ഇത് കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചുകൊണ്ട കാര്യങ്ങളാണ്. എന്താണ് മൈനർ, എന്താണ് കോഫാക്ടർ, അത് കഴിഞ്ഞ് അഡ്ജോയിന്റ് വരും, അത് കഴിഞ്ഞ് ഇൻവേഴ്സ് വരും. ഓക്കെ ആണല്ലോ. എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിന്റ്, ഇൻവേഴ്സ്. ഇൻവേഴ്സ് എല്ലാത്തിനും ഇല്ല, ബാക്കിയുള്ള 3 പേരും എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഞാൻ എന്താണ് മൈനർ, എന്താണ് കോഫാക്ടർ എന്ന് ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം 3/3 മെട്രിക്സിന്റെ കോഫാക്ടേഴ്സ് കാണാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മൈനേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഒരു 2/2 മെട്രിക്സ് എടുക്കാം. 1 2 3 4. ഇവിടെ മൊത്തം നിങ്ങൾക്ക് 4 എലമെന്റ്സ് കാണാം. 4 എലമെന്റ്സ് ഉള്ള മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് 4 മൈനേഴ്സ് ഉണ്ടാവും, 4 കോഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, മൈനേഴ്സും കോഫാക്ടേഴ്സും റിലേറ്റഡ് ആണ്. എത്ര മൈനേഴ്സ് ഉണ്ടോ അത്ര തന്നെ കോഫാക്ടേഴ്സ് ഉണ്ടാവും. ഇവിടെ 4 എലമെന്റ്സ് ആണെങ്കിൽ 4 മൈനേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ 4 കോഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, A11 എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാറ്. സെക്കൻഡ് എലമെന്റ് A12,
ഇവിടെ മൂന്നാമത്തെ എലമെന്റ് A21, ലാസ്റ്റ് എലമെന്റ് A22. നിങ്ങൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഈ കാര്യം പഠിച്ചതാണ്. ഓക്കെ, A11 ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ ഡിനോട്ട് ചെയ്യുന്നത് M11, സെക്കൻഡ് എലമെന്റ് A12 അതിന്റെ മൈനർ M12, തേർഡ് എലമെന്റ് A21 അതിന്റെ മൈനർ M21, ലാസ്റ്റ് എലമെന്റ് A22 അതിന്റെ മൈനർ M22. ഇതാണ് നൊട്ടേഷൻസ് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, M11 ഫസ്റ്റ് മൈനർ കാണാനായിട്ട് ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ഫസ്റ്റ് എലമെന്റ് ഇരിക്കുന്ന റോയും കോളം ക്യാൻസൽ ചെയ്യുക. ഓക്കെ, മൊത്തം ക്യാൻസൽ ചെയ്ത് കളയുക. അതായത് ഇതാണ് ഫസ്റ്റ് എലമെന്റ് ഇരിക്കുന്ന റോയും കോളം ക്യാൻസൽ ചെയ്തു. ബാക്കി നിങ്ങൾക്ക് ഇവിടെ ഒരു എലമെന്റ് കാണാം 4, അതാണ് മൈനർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ M12 എന്ന് പറയുമ്പോൾ A12 എടുക്കുക. ഇതാണ് എലമെന്റ് വരുന്നത്. ഈ എലമെന്റ് ഇരിക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, റോ കളഞ്ഞു, കോളം കളഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ റിമൈനിങ് ആയിട്ടൊരു എലമെന്റ് കാണാം 3, അതാണ് നെക്സ്റ്റ് മൈനർ. M21 എന്ന് പറയുമ്പോൾ A21 എടുക്കുക. ഇതാണ് എലമെന്റ്, റോയും കോളം ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന എലമെന്റ് 2, അതാണ് മൈനർ ആയിട്ട് വരുന്നത്. M22 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എലമെന്റ് ആണ്. ഇതിന്റെ മൈനർ എന്ന് പറയുമ്പോൾ റോയും കോളവും കളയുക. അതിന്റെ ബാക്കി വരുന്നത് 1 ആണ്. ഓക്കെ, ഇതാണ് 4 മൈനേഴ്സ് എന്ന് പറയുന്നത്. ഇനി കോഫാക്ടേഴ്സ്, 4 മൈനേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് കോഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതിന്റെ നൊട്ടേഷൻ വരുന്നത് ക്യാപിറ്റൽ A ആണ് കേട്ടോ. ഓക്കെ, M11 എന്ന് പറയുമ്പോൾ അതിന്റെ കോഫാക്ടർ A11, അടുത്തത് A12, അടുത്തത് A21 ആൻഡ് ലാസ്റ്റ് വൺ A22. ഇതാണ് കോഫാക്ടേഴ്സിന്റെ നൊട്ടേഷൻ വരുന്നത്. സിമ്പിൾ ആണ്. അതായത് ഫസ്റ്റത്തെ കോഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ മൈനർ തന്നെയാണ് കോഫാക്ടർ ആയിട്ട് വരുന്നത്. ഇവിടെ 4 ആണെങ്കിൽ കോഫാക്ടറും എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. ഇനി M12 അടുത്തതിന്റെ മൈനറിന്റെ സൈൻ മാറ്റ. ഇവിടെ 3 ആണ്, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? -3 ആക്കുക. അടുത്തതിന്റെയും സൈൻ മാറ്റ 2 ആണ്, -2 ആക്കുക. ലാസ്റ്റ് വൺ ഒന്നും ചെയ്യേണ്ട, അത് തന്നെ പകർത്തിയതാ. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരും, എന്തുകൊണ്ടാണ് ഇവിടെ 2 എലമെന്റ്സിന്റെ മാത്രം സൈൻ മാറ്റിയത്, ബാക്കിയുള്ള ആൾക്കാരെ സൈൻ മാറ്റിയില്ല? എന്തുകൊണ്ട്? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന നമ്പർ ഉണ്ടല്ലോ, ഇവിടെ 1 1, ഇവിടെ വരുന്നത് 1 2, ഇവിടെ വരുന്നത് 2 1, ഇവിടെ വരുന്നത് 2 2. ഓക്കെ, ഓരോ സ്ഥലത്തും ഈ രണ്ടുപേരും ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ 1 + 1 ചെയ്യുക, അതേപോലെ താഴെ 1 + 2 ചെയ്യുക, അടുത്തതിൽ 2 + 1 ചെയ്യുക, ലാസ്റ്റത്തെ 2 + 2 ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ സൈൻ മാറ്റണം, ഈവൻ നമ്പർ ആണെങ്കിൽ സൈൻ മാറ്റണ്ട. ഓക്കെ, ഫസ്റ്റ് 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് ഞാൻ സൈൻ മാറ്റിയില്ല. 4 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അടുത്തത് 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് ഞാൻ സൈൻ മാറ്റി. ഇവിടെ 3 ആയിരുന്നു, അത് -3 ആക്കി. അടുത്തത് 2 + 1. 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. എഗെയിൻ ഓഡ് നമ്പർ ആണ്, എന്ത് ചെയ്യണം? സൈൻ മാറ്റണം. 2 മാറ്റിയിട്ട് -2 ആക്കി. ലാസ്റ്റത്തെ 2 + 2 ആഡ് ചെയ്താൽ 4 ആണ് കിട്ടുക. ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് സൈൻ മാറ്റണ്ട, 1 തന്നെ പകർത്തി എഴുതി വയ്ക്കുക. ഇതാണ് കോഫാക്ടർ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. മൈനേഴ്സും കോഫാക്ടേഴ്സും എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതേ കാര്യം തന്നെ ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾക്ക് ഇവിടെ ഒരു മെട്രിക്സ് കാണാം, 1 0 4 3 5 -1 0 1 2. ഓക്കെ, 3/3 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു 4 എണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് M11 മൈനർ എന്ന് പറയുന്നത് M11, M12, M13, അടുത്തത് M21, M22, M23. ഓക്കെ, ആദ്യത്തെ 6 എലമെന്റ്സിൻ്റെയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഇവിടെ M11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ആണ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത്. 1 ഇരിക്കുന്ന റോയും കോളം ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന എലമെന്റ്സ് ആരൊക്കെയാണ്? 5 -1 1 2. ഈ 4 പേര് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് 5 × 2 -1 × 1 ചെയ്യുക. ആൻസർ എന്താ കിട്ടുക? 5 × 2 എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കാം. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്, -1 × 1 എന്ന് പറയുന്നത് -1 ആണ്. ആൻസർ എന്ത് വരും? 11 ആണ് ഫസ്റ്റത്തെ മൈനർ ആയിട്ട് വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ അടുത്ത എലമെന്റ് M12 എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡ് എലമെന്റ് എടുക്കുക. ഏതാ? 0 ആണ് സെക്കൻഡ് എലമെന്റ്. 0 ഇരിക്കുന്ന റോയും കളയുക, 0 ഇരിക്കുന്ന കോളവും കളയുക. ബാക്കിയുള്ള 4 പേരെ ക്രോസ് ചെയ്യുക. ആരൊക്കെയാ? 3 × 2 -1 × 0 ചെയ്യുക. ഓക്കെ, 3 × 2 -1 × 0 ചെയ്യുക. ആൻസർ എന്ത് വരും? 3 × 2 എന്ന് പറയുന്നത് 6 ആണ്, -0, ദാറ്റ് ഈസ് ആൻസർ 6 വന്നു. രണ്ടാമത്തെ മൈനർ 6 ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ മൈനർ ആണ് എന്ത് ചെയ്യുക? മൂന്നാമത്തെ എലമെന്റ് എടുക്കുക. ഏതാ? 4 ആണ് മൂന്നാമത്തെ എലമെന്റ്. അതിരിക്കുന്ന റോയും കോളം ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന 4 പേരെ ക്രോസ് ചെയ്യുക. 3 × 1 -5 × 0 ചെയ്യുക. ഓക്കെ, 3 × 1 എന്ന് പറയുന്നത് 3 ആണ്, -5 × 0 എന്ന് പറയുന്നത് 0 ആണ്.
ആൻസർ എന്ത് വരും? 3 ആണ് അടുത്ത മൈനർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത മൈനർ M21 എന്ന് പറയുമ്പോൾ A21, അതായത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, 3 എന്ന് പറയുന്ന എലമെന്റ് എടുക്കാം, അതിരിക്കുന്ന റോയും കോളം ക്യാൻസൽ ചെയ്യുക, ബാക്കി വരുന്ന 4 പേര് ക്രോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആദ്യം ചെയ്ത 3 നിങ്ങൾ ഓൾറെഡി ഡിറ്റർമിനന്റ് പഠിച്ചപ്പോൾ നമ്മൾ ചെയ്തിരുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, റോയും കോളം കളഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ക്രോസ് ചെയ്യുന്നത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനി M21 എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. M21 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 3 എന്ന് പറയുന്ന എലമെന്റ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ, M21 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഇരിക്കുന്ന റോയും കോളം. ഓക്കെ, ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. റോയും കോളവും ഞാൻ കളയാണ്. ബാക്കി വരുന്ന ആരാണ്? ഇവിടെ 0 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, താഴെ 1 ഉണ്ട്, 2 ഉണ്ട്. ഈ 4 പേരെയാണ് ക്രോസ് ചെയ്യേണ്ടത്. എന്താ വരാ? 0 × 2 0 മൈനസ് 4 × 1 4. ആൻസർ എന്ത് വരും? -4 വരും. M22 എന്ന് പറയുമ്പോൾ അടുത്ത എലമെന്റ് എടുക്കുക. ഓക്കെ, 5 എടുക്കുക. ഇവിടെ 5 എടുത്തു, 5നെ കളയുക. 5 എടുക്കുന്ന റോയും അതേപോലെ തന്നെ 5 ഇരിക്കുന്ന കോളവും നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. എന്നിട്ട് ബാക്കി വരുന്ന 4 പേരെ ക്രോസ് ചെയ്യുക. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാനിവിടെ 6 മാത്രം ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 9 എലമെന്റ്സ് വരുന്നുണ്ട്. 9 എലമെന്റ്സിന് എന്തുണ്ട്? മൈനേഴ്സും കോഫാക്ടേഴ്സും ഉണ്ട്. ചെയ്യേണ്ട മെത്തേഡ് കറക്റ്റ് ആയിട്ട്. ഓക്കെ, സോ 9 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 9 മൈനേഴ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് കൊഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ നേരത്തെ യൂസ് ചെയ്ത് സെയിം പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യുക. ഫസ്റ്റത്തെ കൊഫാക്ടർ കാണാനായിട്ട്, അതായത് ക്യാപിറ്റൽ A11 കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. M11 എത്ര കിട്ടിയത്? 11 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഫസ്റ്റത്തെ ആൻസർ ആയിട്ട് വരാം. 11 തന്നെയാണ് ആൻസർ ആയിട്ട് വരാം. അടുത്ത കേസിൽ M12 എന്ന് പറയുന്നത് 6 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ A12 എന്ന് പറയുന്നത് -6 ആയിരിക്കും. അടുത്തത് M13 എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ A13 എന്ന് പറയുന്നത് സൈൻ മാറ്റണം, -3 ആണ് കിട്ടുക. ഓക്കെ, സോ മൈനേഴ്സിൽ നിന്ന് കൊഫാക്ടേഴ്സ് ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചില എലമെന്റ്സ് അത് തന്നെയായിരിക്കും കൊഫാക്ടർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എലമെന്റ്സിന്റെ സൈൻ മാറ്റേണ്ടി വരും. എന്ത് വെച്ചിട്ടാണ് ഈ സൈൻ മാറ്റുന്നത് നോക്കേണ്ടത്? നമ്മൾ ഇവിടുത്തെ നേരത്തെ പറഞ്ഞാണ് 1 + 1 നോക്കാം. 1 + 1 2 ആണ്. ഈവൻ ആണ്, സൈൻ മാറ്റണ്ട. 1 + 2 3. ഓഡ് നമ്പർ ആണ്, സൈൻ മാറ്റണം. ഓക്കെ, M13 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. ഈവൻ നമ്പർ ആണ്, സൈൻ മാറ്റണ്ട. അടുത്തത് 21 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് സൈൻ മാറ്റാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 3/3 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൈനേഴ്സ് ഉണ്ടെങ്കിൽ കൊഫാക്ടേഴ്സ് കിട്ടാനായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സൈൻ മാറ്റുക. ഫസ്റ്റത്തെ ആളെ സൈൻ മാറ്റണ്ട, രണ്ടാമത്തെ ആളെ സൈൻ മാറ്റിക്കും. അടുത്ത ആളെ സൈൻ മാറ്റണ്ട, നാലാമത്തെ ആളുടെ സൈൻ മാറ്റാം. അടുത്ത ആളെ മാറ്റണ്ട, അടുത്ത ആളുടെ സൈൻ മാറ്റാം. ആ ഒരു റൂൾ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് സൈൻ മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഇത് ആഡ് ചെയ്തിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത്, ഇവിടെ 9 എലമെന്റ്സ് ഉണ്ട്, 9 മൈനേഴ്സ് ഉണ്ട്, 9 കോഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 9 എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് കിട്ടാനായിട്ട് ചെറിയ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മെട്രിക്സ് കാണാം. ഇതിന്റെ 9 കോഫാക്ടേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ 3/3 മെട്രിക്സ് ആണെങ്കിൽ കോഫാക്ടേഴ്സ് കിട്ടാനായിട്ടുള്ള ഷോർട്ട് കട്ട് ആണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് ഇതായിരുന്നു 1 0 4 3 5 -1 0 1 2. ഓക്കെ, ഈ മെട്രിക്സ് എടുത്തിട്ട് 4 വട്ടം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, സെയിം മെട്രിക്സ് തന്നെ ഇവിടെ എഴുതി, അതിനുശേഷം താഴെ 2 വട്ടം എഴുതി. ഓക്കെ ആണല്ലോ, സെയിം മെട്രിക്സ് 4 വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും ബോർഡറിൽ വരുന്ന നമ്പേഴ്സ് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. ഓക്കെ, അതായത് ഈ 1 0 4 1 0 4 ഇത് മൊത്തം ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് ഇവിടെ നിന്ന് താഴേക്ക് ഈ 4 1 2 അതേപോലെ 4 -1 2 ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്ത് കളയാം. ലാസ്റ്റ് ഇവിടെ വരുന്ന താഴത്തെ ബോർഡറും കളഞ്ഞു. ഇനി നെക്സ്റ്റ് ഈ ഒരു ബോർഡറും കൂടിയും ഇവിടുത്തെ കളയാം. 1 3 0 1 3 0. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മെട്രിക്സ് 4 വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ബോർഡറിൽ വരുന്ന നമ്പേഴ്സ് മുഴുവൻ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയുക. ഇനി ഇതിനകത്ത് വരുന്ന നമ്പേഴ്സ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 2 -1 × 1 ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, 5 × 2 -1 × 1 ചെയ്യുക. ഓക്കെ, സോ 5 × 2 -1 × 1 ചെയ്യുക. ആൻസർ എന്താ കേട്ടോ? 10 + 1 ദാറ്റ് ഈസ് 11. ഓക്കെ, ഇനി അടുത്ത നമ്പർ -1 × 0 3 × 2 ചെയ്യുക. -1 × 0 എന്ന് പറയുന്നത് 0 ആണ്. -3 × 2 എന്ന് പറയുന്നത് 6 ആണ്. ആൻസർ എന്ത് വരും? -6 വരും.
ഇനി നെക്സ്റ്റ് അടുത്ത ആളെ ശ്രദ്ധിക്കുക. 3 × 1 - 5 × 0 ചെയ്യുക. 3 × 1 എന്ന് പറയുന്നത് 3 ആണ്, -5 × 0 എന്ന് പറയുന്നത് 0 ആണ്. ആൻസർ എന്ത് വരും? 3 വരും. ഓക്കെ, ഇനി അടുത്തത് താഴേക്ക് കിടക്കുക. 1 × 4 - 2 × 0 ചെയ്യുക. 1 × 4 എന്ന് പറയുന്നത് 4 ആണ്, -2 × 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ആൻസർ എന്ത് വന്നു? 4 വന്നു. ഇനി നെക്സ്റ്റ് 2 × 1 0 × 4 ചെയ്യുക. ഓക്കെ, 2 × 1 എന്ന് പറയുന്നത് 2 ആണ്, 0 × 4 എന്ന് പറയുന്നത് 0 ആണ്. ആൻസർ എന്ത് വന്നു? 2 വന്നു. ഇനി നെക്സ്റ്റ് 0 × 0 1 × 1 ചെയ്യുക. 0 × 0 എന്ന് പറയുന്നത് 0, -1 × 1 എന്ന് പറയുന്നത് 1 ആണ്. സോ ആൻസർ -1 വന്നു. ഇനി നെക്സ്റ്റ് താഴേക്ക് കിടക്കുക. 0 × -1 ചെയ്യുക, 4 × 5 ചെയ്യുക. 0 × -1 എന്ന് പറയുന്നത് 0 ആണ്, -4 × 5 എന്ന് പറയുന്നത് 20 ആണ്. ആൻസർ -20 വന്നു. ഇനി നെക്സ്റ്റ് അടുത്തത് 4 × 3 ചെയ്യുക, 1 × -1 ചെയ്യുക. 4 × 3 എന്ന് പറയുന്നത് 12, -1 × 1 എന്ന് പറയുന്നത് -1, ദാറ്റ് ഈസ് 13 വന്നു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് 1 × 5 0 × 3. 1 × 5 എന്ന് പറയുന്നത് 5, -0 × 3 എന്ന് പറയുന്നത് 0. സോ ആൻസർ 5 വന്നു. ഓക്കെ, ഇതാണ് കോഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. നേരത്തെ നിങ്ങൾക്ക് കഷ്ടപ്പാട് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഓരോ എലമെന്റ്സ് എടുത്തിട്ട് റോയും കോളവും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള 4 പേര് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എല്ലാ കോഫാക്ടേഴ്സും കിട്ടും. ഇതാണ് A11, A12, A13, A21, A22, A23, അതേപോലെ A31, A32, A33 എല്ലാ കോഫാക്ടേഴ്സും കിട്ടി. ഓക്കെ, സോ കോഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടേഴ്സിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതാം. ഓക്കെ, കോഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഓരോ എലമെന്റ്സ് എടുക്കുക. 11 - 6 3, അത് ആദ്യം എഴുതാം. 11 - 6 3. അടുത്തത് 4 2 -1, 4 2 -1, ആൻഡ് ലാസ്റ്റ് വൺ -20 13 5, -20 13 5. ഓക്കെ, എല്ലാ കോഫാക്ടേഴ്സും ഞാൻ എന്ത് ചെയ്തു? ഒരു മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. സോ ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. 4 വട്ടം റിപ്പീറ്റ് ചെയ്യുക, ബോർഡർ ലൈൻ മുഴുവൻ വെട്ടിക്കളയുക, അകത്ത് ഇതേപോലെ ഓരോ എലമെന്റ്സിനെയും എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാ കോഫാക്ടേഴ്സും കിട്ടും. ആ കോഫാക്ടേഴ്സിന് മുഴുവൻ ഞാനിവിടെ ഒരു മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. സോ നമ്മൾ കോഫാക്ടേഴ്സ് പഠിച്ചു. നമ്മൾ തൊട്ട് മുന്നേ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതാണിത്. ഇനി എന്താണ് അഡ്ജോയിന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഡ്ജോയിന്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. കോഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്യുക, അതാണ് എന്ത്? അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ കോഫാക്ടേഴ്സ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ കോഫാക്ടേഴ്സിനെ മുഴുവൻ എന്ത് ചെയ്യുക? ഒന്ന് ട്രാൻസ്പോസ് ചെയ്യുക. ട്രാൻസ്പോസ് എന്താണെന്ന് പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതായത് റോ കോളം ഇന്റർചേഞ്ച് ചെയ്യുക. 11 - 6 3 എന്ന് പറയുന്നത് ഇവിടെ റോ ആണ്, അത് മാറ്റിയിട്ട് 11 - 6 3 കോളം ആക്കി എഴുതുക. അടുത്ത റോ എടുക്കുക, കോളാക്കി എഴുതുക. 4 2 -1. അടുത്ത റോ എടുക്കുക, കോളാക്കിയിട്ട് എഴുതുക. -20 13 and 5. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കോഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ കോഫാക്ടേഴ്സ് എങ്ങനെ കാണേണ്ടതെന്ന് നമ്മൾ ഷോർട്ട് കട്ടിൽ പഠിച്ചതാണ്. കോഫാക്ടേഴ്സ് കിട്ടിയാൽ അതിനെ നേരെ ട്രാൻസ്പോസ് ചെയ്താൽ എന്ത് കിട്ടും? അഡ്ജോയിന്റ് കിട്ടും. ഈ ഒരു കാര്യം പ്രത്യേകം പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അഡ്ജോയിന്റിനെ ബേസ് ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. A × അഡ്ജോയിന്റ് A = അഡ്ജോയിന്റ് ഓഫ് A × A = A × I. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് A × I. ഓക്കെ, തിയറത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് A ആണ് കേട്ടോ. ഡിറ്റർമിനന്റ് ഓഫ് A × I. ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇതാണ് അഡ്ജോയിന്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കോഫാക്ടേഴ്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. അതേപോലെ തന്നെ ഈ ഒരു തിയറും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡ്ജോയിന്റ് ഓഫ് എ 2/2 മെട്രിക്സ് ആണ് നോക്കുന്നത്. 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കാണാൻ ഭയങ്കര എളുപ്പം. അതായത് ഇപ്പോൾ 3/3 കേസ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതാണ്. കോഫാക്ടേഴ്സ് കണ്ടാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അഡ്ജോയിന്റ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, 2/2 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നു. അതായത് ഇപ്പോൾ A = ഒരു മെട്രിക്സ് എടുക്കുക. 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുക. ഇനി ഇതിന്റെ അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, 3/3 ആണെങ്കിലുള്ള ടാസ്ക് എന്താ? 3/3 ആണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? കോഫാക്ടേഴ്സ് മുഴുവൻ കാണണം. കോഫാക്ടേഴ്സിന് മുഴുവൻ ഒരു മെട്രിക്സ് ആക്കണം. അതിന്റെ ട്രാൻസ്പോസ് ചെയ്താൽ എന്ത് കിട്ടുള്ളൂ? അഡ്ജോയിന്റ് കിട്ടുള്ളൂ. ഓക്കെ, 2/2 ആണെങ്കിൽ ഒരു മെട്രിക്സ് മാത്രം മതി. ക്വസ്റ്റ്യനിൽ തരുന്ന മെട്രിക്സ് എന്താണോ ഇതിനെ ഒറ്റ സ്റ്റെപ്പ് വഴി എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജോയിന്റ് കാണാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഡയഗണലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. 1 4 എന്ന് പറയുന്നത് ആദ്യത്തെ ഡയഗണൽ. ഈ ഡയഗണലിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ,
ഇന്റർചേഞ്ച് എന്ന് പറയുന്നത് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. 1 മുകളിലും 4 താഴെയാണ്. ഇവരെ നേരെ തിരിച്ചിടുക. ഓക്കെ, 4 ഇവിടെ ഇടാം, 1 താഴെ ഇടാം. ഓക്കെ, ഇനി അടുത്ത ഡയഗണൽ ചെയ്യേണ്ട കാര്യം സൈന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡയഗണൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇതേ ഡയഗണലിൽ തന്നെ എന്ത് ചെയ്യണം, ഇന്റർചേഞ്ച് ചെയ്യണം. മറ്റേ ഡയഗണലിൽ എന്ത് ചെയ്യണം, സൈൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇന്റർചേഞ്ച് ചെയ്യരുത്. ആകെ ചെയ്യേണ്ടത് എന്താ, സൈൻ മാറ്റാം. ഈ 2 മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സൈൻ മാറുമ്പോൾ -2 ആയി. അതേപോലെ താഴെ 3 ആണ്, അതിന്റെ സൈൻ മാറ്റുമ്പോൾ -3 ആയി. ഓക്കെ, അഡ്ജോയിന്റ് ഓഫ് എ കിട്ടി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഡയഗണൽസ് ആക്കുക, ഒരു ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക, അടുത്ത ഡയഗണൽ സൈൻ മാറ്റാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ 2x2 മെട്രിക്സ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് അഡ്ജോയിന്റ് കാണാനാണ് നിങ്ങളുടെ കയ്യിൽ 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ അഡ്ജോയിന്റ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റത്തെ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ഇതിൽ 1 4 2 3 നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെട്രിക്സ് തന്നെയാണ്. 1 4 എന്താ ചെയ്യേണ്ടത്, ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, 4 മുകളിലും 1 താഴെയും വരും, ഇന്റർചേഞ്ച് ചെയ്തു. ബാക്കിയുള്ള രണ്ടുപേരെ സൈൻ മാറ്റാം. 2 മാറിയിട്ട് -2 ആയി, 3 മാറിയിട്ട് -3 ആയി. ഇതാണ് ഫസ്റ്റത്തെ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് മെട്രിക്സിലും ഇതേ പരിപാടി ചെയ്ത് നോക്കാം. 2 3 ഫസ്റ്റ് ഡയഗണൽ എടുക്കുക, അതിനെന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, 2 3 മാറ്റിയിട്ട് 3 2 പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ബാക്കിയുള്ള രണ്ടുപേരെ സൈൻ മാറ്റാം. മുകളിൽ -2 ആണ്, അതിന്റെ സൈൻ മാറുമ്പോൾ +2 ആയി. താഴെ 4 ആണ്, സൈൻ മാറുമ്പോൾ -4 ആയി. ഇത്രേ ഉള്ളൂ, 2 മെട്രിക്സിന്റെയും അഡ്ജോയിന്റ്സ് നമ്മൾ എഴുതി. ഓക്കെ, സെറ്റ് അല്ലെങ്കിലും നെക്സ്റ്റ് ഇൻവേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ നമ്പേഴ്സിനും നമ്മൾ ഇൻവേഴ്സ് വരാറുണ്ട്. ഇപ്പോൾ എക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/x ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ 2 ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/2 ആണ്. അതേപോലെ തന്നെ മെട്രിക്സിന് വന്നിട്ടുണ്ട് ഒരു ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്ജോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, a⁻⁻1. ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സിനെ സൂചിപ്പിക്കുന്നത്. എ ഇൻവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, എ ഇൻവേഴ്സ് കാണാനായിട്ട് യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്, 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം ഡിറ്റർമിനന്റ് കാണാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി, എ ഇൻവേഴ്സ് കിട്ടി. ഓക്കെ, പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണെങ്കിൽ ഒരിക്കലും ആ മെട്രിക്സിന് എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1/0 വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ എന്തായി പോകും, നോട്ട് ഡിഫൈൻഡ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഇൻവേഴ്സ് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇൻ കേസ് 0 ആണെങ്കിൽ ആ മെട്രിക്സിന് എന്തില്ല, ഇൻവേഴ്സ് ഇല്ല. അതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് ഡസൻറ്റ് എക്സിസ്റ്റ്. ഓക്കെ, ഈ സാധനം അതിനുണ്ടാവില്ല. ഇതാണ് പ്രത്യേകം പഠിക്കേണ്ട കാര്യം. ഓക്കെ, സോ ഈ കാര്യം അറിഞ്ഞിരിക്കുക. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് ഇല്ല. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ വേറൊരു കാര്യം കൂടി പറയും കേട്ടോ. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ മെട്രിക്സ്. അതൊന്ന് പഠിച്ചു വെച്ചു. ഓക്കെ, സിംഗുലാർ മെട്രിക്സ്. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു പേരാണെന്ത്, സിംഗുലാർ മെട്രിക്സ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഇക്വേഷൻ, ഇത് പഠിച്ചു നോക്കുക കേട്ടോ. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. ആദ്യം കാണേണ്ടത് ഡിറ്റർമിനന്റ് ആണ്, അതിനുശേഷമാണ് അഡ്ജോയിന്റ് കാണേണ്ടത്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പും കൂടി അറിഞ്ഞിരിക്കുക. യെസ്, ഇനി ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു -1 5 -3 2. ഒരു മെട്രിക്സ് കയ്യിലുണ്ട്, ഇതിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എന്ത് ആദ്യം കാണേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് കാണേണ്ടത്. ഓക്കെ, എ നിങ്ങളുടെ കയ്യിലുണ്ട്, ഇതിൻ്റെ ഡിറ്റർമിനന്റ് കാണാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ, -1 × 2 -5 × -3. ഓക്കെ ആണല്ലോ, -1 × 2 ചെയ്യുക, 5 × -3 ചെയ്യുക. ഓക്കെ, സോ ഈക്വൽ ടു -1 × 2 എന്ന് പറയുന്നത് -2 പ്ലസ് -5 × -3 എന്ന് പറയുന്നത് 15. സോ ആൻസർ ഈസ് 13 ആണ് ഇവിടെ ഡിറ്റർമിനന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഡിറ്റർമിനന്റ് 0 അല്ല, അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. ഇൻ കേസ് ഇത് 0 ആണെങ്കിൽ അതിനർത്ഥം എന്താ, തന്നിരിക്കുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ, ഇവിടെ 0 അല്ല, 13 ആണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. ഇനി ഇൻവേഴ്സ് കാണാനായിട്ട് അടുത്ത ആള് അഡ്ജോയിന്റ് ആണ്. ഓക്കെ, അഡ്ജോയിന്റ് ഓഫ് എ നമുക്ക് വേണം. ഇത് 2/2 മെട്രിക്സ് ആണ്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജോയിന്റ് കാണാൻ പറ്റും. എങ്ങനെയാ, ഡയഗണലി എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഡയഗണലിൽ ഇന്റർചേഞ്ച് ചെയ്യാം. -1 2 നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്യാം. 2
-1. ബാക്കിയുള്ള രണ്ടുപേരുടെ സൈൻ മാറ്റാം. മുകളിൽ 5 ആണ്, അതിൻ്റെ സൈൻ മാറുമ്പോൾ -5 ആയി. താഴെ -3 സൈൻ മാറുമ്പോൾ +3 ആയി. അഡ്ജോയിൻറ്റും കിട്ടി. ഇനി നെക്സ്റ്റ് എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എടുക്കുക. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1/det(A) ഇൻറ്റു adjoint of A. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇതിൽ വാല്യൂസ് മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/det(A) എന്ന് പറയുന്നത് 13 ആണ്, ഇൻറ്റു adjoint of A എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 -5 3 -1. ഓക്കെ, ഇതാണ് ആൻസർ. 1/13 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഡിറ്റർമിനൻ്റ്, അതിനുശേഷം അഡ്ജോയിൻ്റ്, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, ആൻസർ ആയി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ എ ഇൻവേഴ്സ് പഠിച്ചു. എ ഇൻവേഴ്സ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 3 ഇക്വേഷൻസ് കാണാം. a1x + d1y + c1z = d1. അതേപോലെ 2 ഇക്വേഷൻസ് കാണാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 വേരിയബിൾസ് കാണാം. എക്സ് ഉണ്ട്. ഈ 3 ഇക്വേഷൻസിലും കോമൺ ആയിട്ട് വരുന്ന വേരിയബിൾസ് ആരൊക്കെയാണ്? എക്സ് കാണാം, വൈ കാണാം, സെഡ് കാണാം. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥം വെക്കുന്നത് എക്സിന്റെ വാല്യൂ, വൈയുടെ വാല്യൂ, സെഡിന്റെ വാല്യൂ. ഇതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കാം. 3 വേരിയബിൾസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് വേണം. 2 വേരിയബിൾസ് ആണെങ്കിൽ 2 ഇക്വേഷൻസ് മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് അതിന്റെ എണ്ണം പോകുന്നത്. ഇപ്പൊ 4 വേരിയബിൾസ് ഉണ്ടെങ്കിൽ 4 ഇക്വേഷൻസ് വേണം. ഓക്കെ, ഓർഡർ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ 3 വേരിയബിൾസ് ഉള്ള 3 ഇക്വേഷൻസ് നമുക്കിവിടെ കാണാം. ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത് മെട്രിക്സ് മെത്തേഡ് ആണ്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന 3 ഇക്വേഷൻസ് ബേസ് ചെയ്ത് നമ്മൾ 3 മെട്രിസസ് ഉണ്ടാക്കണം. ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സ്ഥലത്തുള്ള കോഎഫിഷ്യൻസ് എടുക്കുക. ഓക്കെ ആണല്ലോ? എക്സിന്റെ മാത്രം കോഎഫിഷ്യൻസ് നോക്കിയേ. a1 ഉണ്ട്, ഫസ്റ്റ് a1, പിന്നെ a2, പിന്നെ a3. ഇനി വൈയുടെ നോക്കുകയാണെങ്കിൽ b1 b2 b3, സെഡിനെ നോക്കുകയാണെങ്കിൽ c1 c2 c3. ഓക്കെ ആണല്ലോ? അതേ ഓർഡറിൽ തന്നെ ഒരു മെട്രിക്സ് ആക്കി എഴുതി വയ്ക്കുക. ഓക്കെ അല്ലേ? a1 a2 a3 b1 b2 b3 c1 c2 c3. ഓക്കെ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് മെട്രിക്സ്, അതായത് എക്സ് വൈ സെഡ്. ഈ 3 വേരിയബിൾസിന്റെയും കോഎഫിഷ്യൻസ് മാത്രം എടുത്തിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യുക. ഇനി അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിലുള്ള വേരിയബിൾസ് ആണ് എടുക്കേണ്ടത്. ആരൊക്കെയാ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. ഇതാണ് 3 വേരിയബിൾസ്. അപ്പൊ എന്ത് ചെയ്യുക? എക്സ് വൈ സെഡ് താഴത്തേക്ക് എഴുതി വെക്കാം. ഇനി ലാസ്റ്റ് ഒരു മെട്രിക്സ് കൂടിയുണ്ട്, അതിന്റെ പേര് ബി ആണ്. ബി എന്ന് പറയുന്നത് നമ്മൾ എടുക്കാതെ കുറച്ച് ആൾക്കാരുണ്ട്. LHSലുള്ള മുഴുവൻ പേരെ നമ്മൾ എടുത്തു. കോഎഫിഷ്യൻസിന് ആദ്യം ഒരു മെട്രിക്സ് ആക്കി എഴുതി, അതിനുശേഷം വേരിയബിൾസിന് ഒരു മെട്രിക്സ് ആക്കി എഴുതി. ഇനി ഈക്വലിന്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാരില്ലേ, d1 d2 d3, ഈ 3 പേരെയും ഒരു മെട്രിക്സ് ആക്കി എഴുതാം. d1 d2 d3. ഇതാണ് മെട്രിക്സ് ബി എന്ന് പറയുന്നത്. സോ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഈ 3 ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം? അതായത് 3 മെട്രിക്സസ് ആവശ്യമുണ്ട്. മെട്രിക്സ് എ, എക്സ്, ബി. ഓക്കെ, മെട്രിക്സ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ വരുന്ന റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ എന്ത് ചെയ്യുക? സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് AX = B. എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതേ സാധനം തന്നെ എഴുതി വയ്ക്കുക. AX = B എന്ന് എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് അല്ലേ? സൊല്യൂഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ എക്സും വൈയും സെഡ് ആണ് കാണേണ്ടത്. എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ അതായത് മെട്രിക്സ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? മെട്രിക്സ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് = A−1 × B. ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നിങ്ങളുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് ആണെങ്കിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ 3 മെട്രിക്സുകൾ ആദ്യം എഴുതാം. അതിനുശേഷം സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് AX = B എന്ന് എഴുതാം ആൻഡ് X = A−1 × B എന്ന് എഴുതാം. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ സോൾവ് നല്ല ക്വസ്റ്റ്യന് ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാണ്. നമുക്ക് എന്തായാലും 3 മെട്രിക്സുകൾ ഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 മെട്രിക്സുകൾ ആദ്യം ഫോം ചെയ്യാം. ആദ്യം വരുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് ഇവിടുത്തെ കോഎഫിഷ്യൻസ് ശ്രദ്ധിക്കുക. എക്സിന്റെ എടുക്കുകയാണെങ്കിൽ 5 2 5. ഓക്കെ, താഴത്തേക്ക് എഴുതുന്നുണ്ട് കേട്ടോ. 5 2 5. നെക്സ്റ്റ് വൈയുടെ എടുക്കുകയാണെങ്കിൽ -1 3 -2 -1 3 -2 ആൻഡ് സെഡിന്റെ എടുക്കുകയാണെങ്കിൽ 4 5 6 കാണാം. ഓക്കെ, 4 5 6 കാണാം. ഓക്കെ, അടുത്ത 2 മെട്രിക്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. അടുത്തത് എക്സ് ആണ് ആൻഡ് ലാസ്റ്റ് വൺ ബി ആണ്.
ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചെക്ക് ദ കൺസിസ്റ്റൻസി എന്ന് മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ സോൾവ് എന്നില്ല, അതിന് പകരം കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ മാത്രമാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മെട്രിക്സ് മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ള 2 മെട്രിക്സിൻ്റെയും ആവശ്യമില്ല. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കൺസിസ്റ്റൻസി ആണെങ്കിൽ മെട്രിക്സ് എ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുവയ്ക്കുക. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു, ഡിറ്റർമിനൻറ്റ് കാണാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, 5 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ചെയ്യുക. ഫസ്റ്റ് എലമെന്റ് എടുത്തു, റോയും കോളം കളഞ്ഞു, ബാക്കിയുള്ള 4 എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് 18 മൈനസ് 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 5 ഇൻറ്റു -2 എന്ന് പറയുന്നത് -10. അടുത്തത് -1. ഇവിടെ 2 മൈനസ് ഒരുമിച്ച് വന്നു. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിരുന്നു സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോൾ ഒരു മൈനസ് ഓൾറെഡി ഇടണം, അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡ് എലമെന്റ് എടുക്കേണ്ടത്. സോ മൈനസ് ഞാൻ ആദ്യം ഇട്ടു, അതിനുശേഷം സെക്കൻഡ് എലമെന്റ് എടുത്തു, -1. ഓക്കെ, ഇനി -1 എടുക്കുമ്പോൾ റോയും കോളവും കളയുക, ബാക്കിയുള്ള 4 വരെ ക്രോസ് ചെയ്യുക. 2 ഇൻറ്റു 6 12 മൈനസ് 5 ഇൻറ്റു 5 25. ഓക്കെ, പ്ലസ് ലാസ്റ്റ് എലമെന്റ് 4 ആണ്. 4 എടുക്കുക, 4 ഇരിക്കുന്ന റോയും കോളം കളയുക, ബാക്കിയുള്ള 4 വരെ ക്രോസ് ചെയ്യുക. 2 ഇൻറ്റു -2 -4 മൈനസ് 3 ഇൻറ്റു 5 15. ഓക്കെ, ഇനി ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുക. ഈക്വൽ ടു 5 ഇൻറ്റു 18, ഇത് പ്ലസ് ആയി, 18 പ്ലസ് 10 എന്ന് പറയുന്നത് 28. പിന്നെ ഈ 2 മൈനസും കൂടിയും പ്ലസ് ആയി. 1 ഇൻറ്റു 12 മൈനസ് 25 എന്ന് പറയുന്നത് -13 പ്ലസ് 4 ഇൻറ്റു -4 മൈനസ് 15 ചെയ്യുക, ദാറ്റ് ഈസ് -19. ഓക്കെ, ഇനി ഇത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യുക. 140 മൈനസ് 13, ഇനി 4 ഇൻറ്റു 19 ചെയ്ത് നോക്കാം. 19 ഇൻറ്റു 4 എന്ന് പറയുന്നത് 9 ഇൻറ്റു 4 36, 1 ഇൻറ്റു 4 4 പ്ലസ് 3 7. ഓക്കെ, 76 ആണ് വരുന്നത്. നെഗറ്റീവ് ആണ്, -76. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 140. ഇത് രണ്ടും മൈനസ് ആണല്ലോ, ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. എന്താ വരാ, -89 വരും. ഈക്വൽ ടു ഓക്കെ 140 മൈനസ് 89 ചെയ്ത് നോക്കാം. ഓക്കെ, 10 1 3 13 മൈനസ് 8 5 0. ഓക്കെ, 51 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെട്രിക്സ് ഏതാ, ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കൺസിസ്റ്റന്റ്. ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് 51 ആണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, 0 വരാതിരുന്നാൽ മതി. ഓക്കെ, ഇവിടെ 51 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്, ദെയർഫോർ കൺസിസ്റ്റന്റ്. ഇത്ര ഉള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 0 ആണെങ്കിൽ നോട്ട് കൺസിസ്റ്റന്റ്, 0 അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ്. ഇത്ര ഉള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ആണ്. 3 ഇക്വേഷൻസ് കയ്യിലുണ്ട്. ഓക്കെ, സോൾവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ, സെഡിൻ്റെ വാല്യൂ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ കൺസിസ്റ്റൻസി ആണ് ചെക്ക് ചെയ്തത്. കൺസിസ്റ്റന്റ് ആണെങ്കിലേ സൊല്യൂഷൻ ഉള്ളൂ, കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ ഇവിടെ സോൾവ് ആണ്. സോൾവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 3 മെട്രിക്സസ് ആവശ്യമുണ്ട്. സോ ഞാനിവിടെ ഓരോ മെട്രിക്സും എഴുതുന്നുണ്ട്. ആദ്യം മെട്രിക്സ് എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ആണ്. ആദ്യം എക്സിൻ്റെ 2 1 3. ഓക്കെ ആണല്ലോ, 3 ഇക്വേഷൻസിലും എക്സിന്റെ കോഎഫിഷ്യൻസ് വരുന്നത് ഫസ്റ്റ് 2, അടുത്തത് 1, അടുത്തത് 3. ഇനി വൈയുടെ എടുക്കുക. 3 - 2 -1 ആണ്. 3 - 2 -1. ആൻഡ് സെഡിന്റെ എടുക്കുക. 3 1 ആൻഡ് -2. ഓക്കെ, മെട്രിക്സ് എ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അടുത്ത മെട്രിക്സ് എടുക്കുക. എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, വേരിയബിൾസ് മുഴുവൻ എഴുതുക. ഇവിടെ വരുന്ന വേരിയബിൾസ് ആരൊക്കെയാണ്, XY Z ആണ്. സോ വേരിയബിൾസ് എഴുതി വയ്ക്കുക. ആരൊക്കെയാണ്, X Y Z. ഓക്കെ, 2 മെട്രിക്സ് ആയി. ഇനി ലാസ്റ്റ് ഒരു മെട്രിക്സ് കൂടി ആവശ്യമുണ്ട്, അതായത് ബി എന്ന് പറയുന്ന ലാസ്റ്റ് മെട്രിക്സ്. ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലുള്ള, അതായത് 5 - 4 3. ഇതാണ് ലാസ്റ്റ് മെട്രിക്സ് ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 മെട്രിക്സും എഴുതിയിട്ടുണ്ട്. ഇനി 3 മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടത് സച്ച് ദാറ്റ് AX ഈക്വൽ ടു ബി. ഇതാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് നമുക്കിത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സോ നമുക്ക് എന്തായാലും A ഇൻവേഴ്സ് കാണണം. A ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇൻവേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണെന്ത്, ഇൻവേഴ്സ് കാണാൻ ആദ്യം കാണേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് A ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ A നമ്മുടെ കയ്യിലുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ഓഫ് A കാണാം. ഓക്കെ, സോ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുമ്പോൾ മെട്രിക്സ് എടുക്കുക. നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ ഡിറ്റർമിനന്റ് ചെയ്യുക. ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, ബാക്കിയുള്ള 4 വരെ നമ്മൾ ക്രോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 4 + 1 -3 ഇൻറ്റു ഇതേപോലെ തന്നെ ചെയ്യുക, -2 - 3 +
3 ഇൻറ്റു ഇതേപോലെ തന്നെ ബാക്കിയുള്ള 4 വരെ ചെയ്യുക -1 + 6. ഓക്കെ, നമ്മൾ ഡിറ്റർമിനൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി. ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 + 1 എന്ന് പറയുന്നത് 5 ആണ്. -3 ഇൻറ്റു -5 + 3 ഇൻറ്റു 5. ഓക്കെ, 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10. പിന്നെ ഇത് രണ്ടും കൂടി പ്ലസ് ആയി. 3 ഇൻറ്റു 5 15 + 15. ആൻസർ എന്താ വരുന്നത്? 15 + 15 30 ആണ്. 30 + 10 40. ഓക്കെ, ഇതാണ് ഇവിടെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരുന്നത്. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ ആണല്ലോ, 0 അല്ല കിട്ടിയിരിക്കുന്നത്. 0 ആണെങ്കിൽ നമുക്ക് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനേ പറ്റില്ല. ഓക്കെ, ഇവിടുത്തെ കേസിൽ 40 ആണ്. 40 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0, therefore കൺസിസ്റ്റൻ്റ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതി വെക്കുക. ഓക്കെ, സോ ഇവിടെ ഡിറ്റർമിനൻ്റ് കിട്ടിയിരിക്കുന്നത് 40 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ അഡ്ജോയിൻ്റ് ആണ് കാണേണ്ടത്. അഡ്ജോയിൻ്റ് കാണാനായിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മെട്രിക്സിന്റെ കൊഫാക്ടേഴ്സ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡ്ജോയിൻ്റ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 40 നമുക്കിവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡ്ജോയിൻ്റ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടി കൊഫാക്ടേഴ്സ് കാണണം. ഓക്കെ, സോ നമ്മൾ കൊഫാക്ടേഴ്സ് ആണ് കാണുന്നത്. സോ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞതാണ്. മെട്രിക്സ് എ എടുക്കുക, 4 വട്ടം റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ബോർഡറിൽ വരുന്ന നമ്പേഴ്സ് മുഴുവൻ ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, ബോർഡർ മുഴുവൻ അങ്ങോട്ട് വിട്ട് അങ്ങോട്ട് കളഞ്ഞേക്കാം. ഇനി ബാക്കി വരുന്ന നമ്പേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൊഫാക്ടേഴ്സ് മെട്രിക്സ് ആയിട്ട് ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, സോ കൊഫാക്ടേഴ്സ് ഈക്വൽ ടു നമുക്ക് ഓരോന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഇവരെ 4 പേരെയാണ്. -2 ഇൻറ്റു -2 എന്ന് പറയുന്നത് 4 ആണ്. -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് -1. കാൽക്കുലേറ്റ് ചെയ്യുക. 4 + 1 ആൻസർ 5 ആണ് കേട്ടോ. ഓക്കെ, ഞാനിനി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് 1 ഇൻറ്റു 3 -1 ഇൻറ്റു -2 ചെയ്യുക. ഓക്കെ, സോ 3 + 2 ആൻസർ വരുന്നത് 5 ആണ്. സോ ആദ്യത്തെ കൊഫാക്ടർ 5, അടുത്ത കൊഫാക്ടറും 5 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇത് ഈ 4 പേരെയും ക്രോസ് ചെയ്യാം. -1 -6. ഓക്കെ, -1 -6 ചെയ്യുക. ആൻസർ 5 ആണ് വരാം. ഇനി നെക്സ്റ്റ് -1 ഇൻറ്റു 3 -2 ഇൻറ്റു 3 ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് -3 + 6 ആണ് വരാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് -4 + 9 ദാറ്റ് ഈസ് 5. നെക്സ്റ്റ് 9 + 2 11. നെക്സ്റ്റ് 3 + 6 9. 3 - 2 1. അടുത്തത് -2 -3 5. ഓക്കെ, ഇതാണ് കൊഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി കൊഫാക്ടേഴ്സ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൻ്റെ അഡ്ജോയിൻ്റ് കാണാന്നുള്ളതാണ്. കൊഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അഡ്ജോയിൻ്റ് ഓഫ് എ. കൊഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്ജോയിൻ്റ് കാണാൻ സിമ്പിളാണ്. എങ്ങനെ ചെയ്യാറ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ ട്രാൻസ്പോസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, 5 5 5 നേരെ താഴേക്ക് എഴുതുന്നു. 5 5 5. നെക്സ്റ്റ് 3 5 11 ആൻഡ് ലാസ്റ്റ് 1 9 1 -5. ഓക്കെ, സോ അഡ്ജോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി സോ നമ്മൾ കൊഫാക്ടേഴ്സ് കണ്ടു, അതിനുശേഷം ഡയറക്റ്റ്ലി അഡ്ജോയിൻ്റ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഇതായിരുന്നു ഇക്വേഷൻ വന്നിരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 40 ആയിരുന്നു. ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് 5 3 9 5 5 1 5 11 -5. ഓക്കെ, സോ 1/40 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് എപ്പോഴും ഫൈനലി എവിടേക്കാണ് എത്തിക്കേണ്ടതെന്ന് ഉള്ളൊരു ധാരണ വേണം. എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആയിരുന്നു ഇക്വേഷൻ. സോ എ ഇൻവേഴ്സ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇക്വേഷൻ എടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. 3 പേരും നമ്മുടെ കയ്യിലുണ്ട്. എക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് XYZ ആണ്. എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എഴുതിയിട്ടുണ്ട് 5 -4 3 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എ ഇൻവേഴ്സും ബിയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, പുറത്തൊരു 1/40 ഉണ്ട്. ഒന്നും ചെയ്യേണ്ട, 1/40 അതേപോലെ തന്നെ എടുത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഈ 2 മെട്രിക്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 5 3 ഇൻറ്റു -4 9 ഇൻറ്റു 3. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 പ്ലസ് 3 ഇൻറ്റു -4 -12 പ്ലസ് 9 ഇൻറ്റു 3
27. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് ഇതേപോലെ തന്നെ അടുത്ത റോ വെച്ച് ഈ 3 പേരെയും ചെയ്യാം. 5 × 5 25 പ്ലസ് 5 × -4 -20 പ്ലസ് 1 × 3 3. ഇനി നെക്സ്റ്റ് അടുത്ത 3 പേരെടുക്കാം. 5 × 5 25 11 × -4 -44 -5 × 3 -15. ഓക്കെ, 3 പേരും ചെയ്തു. ഈക്വൽ ടു 1/40 ഇൻറ്റു, ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും ആഡ് ചെയ്യാന്നുള്ളതാണ്. 25 പ്ലസ് -12 പ്ലസ് 27. ഓക്കെ, 25 -12 എന്ന് പറയുന്നത് 13 ആണ്. 13 പ്ലസ് 27 ചെയ്യാം. ഓക്കെ, സോ 25 പ്ലസ് -12 എന്ന് പറയുമ്പോൾ 13 പ്ലസ് 27 എന്ന് പറയുമ്പോൾ 40. ഇനി നെക്സ്റ്റ് 25 -20 എന്ന് പറയുന്നത് 5 ആണ്. 5 പ്ലസ് 3 8. ഇനി നെക്സ്റ്റ് 25 -44 -15. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 25 -15 ചെയ്യാം. 25 -15 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 -44 -34. ഓക്കെ, സോ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പുറത്ത് കിടക്കുന്ന 1/40 എന്ത് ചെയ്യുക, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 1/40 × 40 എന്ന് പറയുമ്പോൾ 40/40, ദാറ്റ് ഈസ് അടുത്തത് 8/40 ആൻഡ് -34/40. സോ ആൻസർ വരുന്നത് 1 8/40. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 8/40 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/5 എന്ന് കിട്ടും. 34/40 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 34 എന്ന് പറയുമ്പോൾ 17/20. ഓക്കെ, സോ ഇവിടെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് 1 1/5 ആൻഡ് 17/20 ആണ്. ഇനി LHS എന്തായിരുന്നു, മെട്രിക്സ് XYZ ഇതായിരുന്നു LHSൽ വന്നിരുന്നത്. നമുക്ക് RHS ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 1/5 ആൻഡ് 17/20 ആണ്. ഇനി ഈ രണ്ട് മെട്രിക്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, X is equal to 1 എന്ന് കിട്ടും. അതേപോലെ Y is equal to 1/5 എന്ന് കിട്ടും. ആൻഡ് Z is equal to ലാസ്റ്റ് വൺ Z is equal to 17/20 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ ഫൈനലി ആൻസേഴ്സ് മൊത്തം തെറ്റിപ്പോവും. ഓക്കെ, കറക്റ്റ് ഓരോ എലമെൻറ്റ്സ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ചെയ്തു വയ്ക്കാം. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ടോപ്പിക്കാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അതായത് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മെട്രിക്സ് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പഠിക്കാം. അതിനുശേഷം A ഇൻവേഴ്സ് ഇൻറ്റു B ഇത് മുഴുവൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, സോ യെസ്, ഇത്ര ടോപ്പിക്സ് ആണ് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു എക്സാമിന് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അതായത് ഇപ്പോൾ ഓൺ എക്സാം ആണ്, അധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ പഠിക്കരുത് കേട്ടോ. എല്ലാതും കറക്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇപ്പോൾ ഫൈനൽ എക്സാമിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും നല്ല മാർക്ക് പഠിക്കുക കേട്ടോ. ഓക്കെ, സെറ്റ്.